പ്ലാസ്റ്റിക് കുപ്പികൾ തിരിച്ചെടുക്കുന്ന ബിവറേജസ് കോർപ്പറേഷന്റെ പദ്ധതി പാളിയിരിക്കുന്നു. നാളെ മുതൽ പ്ലാസ്റ്റിക് കുപ്പികൾ സ്വീകരിക്കില്ല. നാളെ മുതൽ പദ്ധതി പിൻവലിക്കാൻ MDയുടെ ഉത്തരവ്. രാഹുൽ ജീനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? കുപ്പിയിൽ എന്താ ഒരു പാളൽ? നിലവിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം എന്ന ആശയവുമായി ബന്ധപ്പെട്ടാണ് സെപ്റ്റംബറിൽ ഇത്തരത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂരും പരീക്ഷണാടിസ്ഥാനത്തിൽ മദ്യക്കുപ്പികൾ, പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് 20 രൂപ അധികമായി ചുമത്തിയിരുന്നത്. നിലവിൽ എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ പദ്ധതി നിർത്തിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത് പോലെ ഇത് ശേഖരിക്കാൻ അല്ലെങ്കിൽ ആളുകൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത് കൃത്യമായ സൗകര്യങ്ങൾ ഇതിന് ഔട്ട്ലെറ്റുകളിൽ ഒരുക്കിയില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, പലപ്പോഴും പരസ്യ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ വെച്ച് തന്നെ കുപ്പി കൊടുക്കാൻ പരസ്യ മദ്യപാനത്തിലേക്ക് പോകുന്നു. വില കൂടിയതുമായി ബന്ധപ്പെട്ട് പലയിടത്തും തർക്കങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഏകോപിപ്പിക്കാനുള്ള സംവിധാനം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. കഴിഞ്ഞ സർക്കാർ ഇത് ഈ ജനുവരിയോടുകൂടി എല്ലായിടത്തും ഈ പദ്ധതി വിജയിക്കുകയാണെങ്കിൽ നടപ്പിലാക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നതാണ്. നിലവിൽ എന്തായാലും പുതിയ സർക്കാർ ആ തീരുമാനത്തിലേക്ക് പോകുന്നില്ല. ആ പദ്ധതി പാടെ ഉപേക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അന്നൊക്കെ ഈ പറയുന്നത് പോലെ അളവോ ബ്രാൻഡോ വ്യത്യാസമില്ലാതെ 20 രൂപ കൂട്ടിയതൊക്കെ വലിയ പ്രതിഷേധവും വലിയ വിവാദവും ഒക്കെ ആയിരുന്നു. നിലവിൽ എന്തായാലും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഈ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കുള്ളൊരു മേന്മ ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണ് എന്തായാലും ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്.